നമസ്കാരം. 2000-കളിൽ മലയാളത്തിന്റെ ജനപ്രിയ നായികമാരിൽ ഒരാളായിരുന്നു മീര ജാസ്മിൻ. മലയാളത്തിൽ മാത്രമല്ല തമിഴിലും തെലുങ്കിലുമെല്ലാം താരം നിറഞ്ഞു നിന്ന കാലം. 2004-ൽ മികച്ച നടിക്കുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് നേടുമ്പോൾ താരത്തിന്റെ പ്രായം 18 വയസ്സ് മാത്രമായിരുന്നു. കരിയറിലെ മീരയുടെ 5ാമത്തെ ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും മീര ജാസ്മിൻ ലഭിച്ചു. ഇടയ്ക്ക് വെച്ച് വിവാദങ്ങൾക്ക് നടുവിലായിരുന്നു മീര ജാസ്മിൻ. ഒന്നിലേറെ തവണയാണ് നടിയെക്കുറിച്ച് ആരോപണങ്ങൾ വന്നിരുന്നത്. സെറ്റിൽ കൃത്യസമയത്ത് വരാതിരിക്കുക, ഷൂട്ട് പകുതിക്ക് നിർത്തി പോവുക, ദേഷ്യം, മര്യാദയില്ലായ്മ എന്ന് തുടങ്ങി നിരവധി പരാതികളാണ് മീരയ്ക്കെതിരെ വന്നിരുന്നത്. സിനിമയിലേറെ സജീവമായി നിലനിൽക്കുന്നതിനിടെയാണ് നടി അപ്രതീക്ഷിതമായി സിനിമയിൽ നിന്നും ഇടവേള എടുക്കുന്നത്. പിന്നീട് നടിയെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും തന്നെ പുറത്തെത്തിയിരുന്നില്ല. സോഷ്യൽ മീഡിയയിലും സജീവമല്ലാത്തതിനാൽ അതുവഴിയും നടിയുടെ വിശേഷങ്ങൾ പുറം ലോകം അറിഞ്ഞിരുന്നില്ല. എന്നാൽ അടുത്ത കാലത്തായി നടി സോഷ്യൽ മീഡിയയിലൊക്കെ വളരെയധികം സജീവമായിരുന്നു. തന്റെ യാത്രാവിശേഷങ്ങളെല്ലാം തന്നെ നടി പങ്കുവെക്കാറുമുണ്ട്. അവയെല്ലാം തന്നെ പ്രേക്ഷകർ ഏറ്റെടുക്കാറുമുണ്ട്. വലിയ ഇടവേളയ്ക്ക് ശേഷം ഇപ്പോൾ വീണ്ടും സജീവമായി കൊണ്ടിരിക്കുകയാണ് മീര ജാസ്മിൻ. കഴിഞ്ഞ ദിവസം സംവിധായകൻ ആലപ്പി അഷ്റഫ് പറഞ്ഞ കാര്യങ്ങളും വൈറലായിരുന്നു. സിനിമാ രംഗത്ത് മീര ജാസ്മിനെ ചുറ്റിപ്പറ്റിയുണ്ടായ വിവാദങ്ങളെക്കുറിച്ചാണ് ആലപ്പി അഷ്റഫ് സംസാരിച്ചത്. മാത്രമല്ല നടിയുടെ വിവാഹ ജീവിതത്തെക്കുറിച്ചും സംവിധായകൻ സംസാരിച്ചിരുന്നു. ഇതിന് പിന്നാലെ മീര ജാസ്മിന്റെ സ്വകാര്യ ജീവിതമാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ചയായി മാറുന്നത്. ദുബായിൽ എഞ്ചിനീയറായ അനിൽ ജോൺ ടൈറ്റസിനെയാണ് മീര ജാസ്മിൻ വിവാഹം ചെയ്തത്. 2014-ലായിരുന്നു വിവാഹം. അനിൽ ജോണിന്റെ ആദ്യ ഭാര്യ ഈ വിവാഹത്തിനെതിരെ രംഗത്ത് വന്നതുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. മീര ഇപ്പോഴും വിവാഹിതയാണോ എന്ന് വ്യക്തമല്ല. സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് നടി അധികം സംസാരിക്കാറുമില്ല. മീരയും അനിലും വിവാഹമോചിതരാകുന്നു എന്ന് നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. മീര ആത്മാർത്ഥമായി സ്നേഹിച്ച വ്യക്തിയായിരുന്നു മാൻഡലിൻ പ്ലെയർ ആയിരുന്ന യു രാജേഷ്. മാൻഡലിൻ രാജേഷ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. മ്യൂസീഷ്യനായ രാജേഷുമായുള്ള ബന്ധത്തെക്കുറിച്ച് മീര ജാസ്മിൻ തുറന്ന് സംസാരിച്ചിട്ടുണ്ട്. പലതവണ രാജേഷ് മീര പ്രണയ ഗോസിപ്പുകൾ വന്നപ്പോഴെല്ലാം മീര മൗനം പാലിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ 2012-ൽ താനും രാജേഷും പ്രണയത്തിലാണെന്ന് മീര തുറന്നു പറയുകയും ചെയ്തു. അക്കാലത്ത് തിരക്കുള്ള നടിയാണ് മീര. കരിയറിലെ വിവാദങ്ങൾ വേറെയും. ഈ പ്രശ്നങ്ങളിലും ബഹളങ്ങളിലും മീരയുടെ ആശ്വാസമായിരുന്നു രാജേഷ്. ഒരു അഭിമുഖത്തിൽ രാജേഷുമായുള്ള ബന്ധത്തെക്കുറിച്ച് മീര തുറന്ന് സംസാരിച്ചിട്ടുണ്ട്. തന്റെ ഇന്നത്തെ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ പ്രസൻസ് ഭയങ്കരമായ ആവശ്യമുണ്ട്. എനിക്ക് എപ്പോഴും ഒരു പുരുഷന്റെ തണലിൽ ഇരിക്കാനാണ് താല്പര്യം. ഇഷ്ടാനിഷ്ടങ്ങളും മൂഡ് വേരിയേഷനുമുള്ള ആളായതിനാൽ തന്റെ വിവാഹ ജീവിതം എങ്ങനെയായിരിക്കുമെന്ന പേടി തോന്നാറുണ്ടെന്നും മീര ജാസ്മിൻ അന്ന് തുറന്നു പറഞ്ഞിരുന്നു. അങ്ങനെ പേടി തോന്നാറുണ്ട്. അപ്പോൾ ഞാൻ രാജേഷിനോട് ചോദിക്കും, കാരണം ഞാൻ മാത്രമല്ല ആ കക്ഷിയും അതുപോലെ തന്നെയാണ്, വളരെ ഇമോഷണൽ ആണ്. ഞാനിങ്ങനെ ഇമോഷണൽ ആയതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ഞാൻ ചോദിക്കാറുണ്ട്. എന്തിനാണ് അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നത്? നീ എങ്ങനെയാണോ നീ അങ്ങനെ ജീവിക്കൂ എന്നാണ് പറയാറ്. എവിടെ എങ്ങനെ നിൽക്കണം എന്ന് എനിക്കറിയാം. കുടുംബജീവിതം നയിക്കണമെങ്കിൽ അവിടെ അങ്ങനെ നിന്നേ പറ്റൂ. അവിടെ വേണ്ട പക്വത നമുക്ക് വേണം. എല്ലാത്തിനെയും പ്രാക്ടിക്കലായി കാണണം. കുടുംബജീവിതമാകുമ്പോൾ പാലിക്കേണ്ട കാര്യങ്ങളുണ്ട്. അവിടെ പാരന്റ്സിനെ ശ്രദ്ധിക്കണം, അവരെ ബഹുമാനിക്കണം, അവരുടെ കരിയറിന് കൊടുക്കേണ്ട ശ്രദ്ധ കൊടുക്കണം. കൺസേർട്ടിന് പോയി തിരിച്ചു വന്നാൽ എങ്ങനെയുണ്ടായിരുന്നെന്ന് ചോദിച്ചില്ലെങ്കിൽ രാജേഷിന് വിഷമം വരുമെന്നും മീര ജാസ്മിൻ അന്ന് പറഞ്ഞു. ഒരു ഘട്ടത്തിൽ ഇരുവരും ബ്രേക്കപ്പ് ആയെന്ന് വാർത്തകൾ വന്നിരുന്നു. എന്നാൽ റിപ്പോർട്ടുകളെ തള്ളിക്കൊണ്ട് മീരയുടെ പാട്ടിന്റെ പാലാഴി എന്ന സിനിമയുടെ സെറ്റിൽ രാജേഷ് എത്തി. നടിയുടെ പിറന്നാൾ ദിനം ആഘോഷിക്കാനായിരുന്നു സന്ദർശനം. ഇരുവരും വിവാഹിതരാകുമെന്നാണ് ഏവരും കരുതിയതെങ്കിലും എന്തൊക്കെയോ കാരണങ്ങളാൽ രണ്ടുപേരും അകന്നു. സിനിമാ ലോകത്ത് അടുത്ത സുഹൃത്തുക്കൾ മീരയ്ക്ക് കുറവാണ്. തന്റേതായ ലോകത്ത് ഒതുങ്ങാനായിരുന്നു മീരയ്ക്ക് ഇഷ്ടം. രാജേഷുമായുള്ള ബന്ധം തകർന്നത് മീരയെ വല്ലാതെ ബാധിച്ചിരുന്നെന്നാണ് സൂചന. കരിയറിൽ പാളിച്ചകൾ ഉണ്ടാകുന്നതും നടി സിനിമാ ലോകത്തു നിന്നും അകലുന്നതും ഈ കാലഘട്ടത്തിലാണ്. ലോഹിതദാസ് മലയാളത്തിന് സമ്മാനിച്ച വരദാനമായിരുന്നു മീര ജാസ്മിൻ. അഭിനയം എന്തെന്ന് പോലും അറിയാതെ സിനിമയിലേക്ക് വന്ന മീരയാണ് പിന്നീട് ഇന്ത്യയിലെ ഏറ്റവും മികച്ച നടിക്കുള്ള പുരസ്കാരം ഏറ്റുവാങ്ങിയത്. പാഠമൊന്നും ഒരു വിലാപം എന്ന സിനിമയിലെ പ്രകടനത്തിനാണ് മീരയ്ക്ക് അവാർഡ് ലഭിച്ചത്. മലയാള സിനിമയ്ക്ക് ഒരു നായിക വസന്തം തന്നെ സമ്മാനിച്ച ചിത്രങ്ങളായിരുന്നു ഗ്രാമഫോൺ, സ്വപ്നക്കൂട്, രസതന്ത്രം, അച്ചുവിന്റെ അമ്മ, കസ്തൂരിമാൻ തുടങ്ങിയ സൂപ്പർ ഹിറ്റ് സിനിമകൾ. അതിനു പുറമെ തമിഴിലെയും തെലുങ്കിലെയും സംവിധായകരും നിർമ്മാതാക്കളും മീരയുടെ ഡേറ്റിനായി കാത്തുകെട്ടിക്കിടന്നു. മാധവൻ, വിജയ്, അജിത്, വിശാൽ തുടങ്ങിയവരുടെ നായികാവേഷം ചെയ്താണ് മീര തമിഴിൽ ശ്രദ്ധിക്കപ്പെട്ടത്. ഒപ്പം തെലുങ്കിലെയും കന്നഡയിലെയും സൂപ്പർ താരങ്ങളുടെ നായികയായി അഭിനയിച്ചു. സൗത്ത് ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലും നിറഞ്ഞാടിയ ആദ്യ നടിയെന്ന് വേണമെങ്കിൽ മീരയെ വിശേഷിപ്പിക്കാം. അതിനുശേഷം മാത്രമാണ് നയൻതാരയും കീർത്തി സുരേഷുമെല്ലാം ആ പാതയിലൂടെ സഞ്ചരിച്ചത്. പലപ്പോഴും വിവാദത്തിൽ ഇടപിടിച്ചിട്ടുള്ള നടി കൂടിയാണ് മീര. അമ്മ സംഘടനയുടെ 2020 സിനിമയിൽ അഭിനയിക്കാൻ വിസമ്മതിച്ചതിന് മീരയ്ക്കെതിരെ അപ്രഖ്യാപിത വിലക്കുണ്ടായിരുന്നു. അതിന് മീര പുല്ലുവില പോലും കൽപ്പിച്ചില്ല. കാരണം മറ്റു സംസ്ഥാനങ്ങളിലെ സിനിമാ മേഖലയിൽ ആ സമയത്ത് കത്തിജ്വലിച്ച് നിൽക്കുകയായിരുന്നു നടി. അതുപോലെ തളിപ്പറമ്പിൽ സിനിമ ഷൂട്ടിംഗ് വന്നപ്പോൾ അവിടുത്തെ രാജരാജേശ്വരി ക്ഷേത്രത്തിൽ മീര കയറി തൊഴുതതും വിവാദത്തിനും പ്രതിഷേധത്തിനും വഴിയൊരുക്കിയിരുന്നു. ശുദ്ധി കലശത്തിന് 10,000 രൂപ പിഴയടച്ച് ആ പ്രശ്നം നടി തന്നെ പരിഹരിക്കുകയായിരുന്നു. പണവും പ്രശസ്തിയുമായപ്പോൾ നടിയുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വന്നു. മീര ജാസ്മിന് മറ്റൊരു മുഖവും മോശപ്പെട്ട സ്വഭാവങ്ങളുണ്ടെന്ന് ആദ്യം പുറലോകത്തോട് വിളിച്ചു പറഞ്ഞത് സംവിധായകൻ കമലാണ്. ഒരു മാസികയിലാണ് മീര കാരണം താൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ കമൽ തുറന്നെഴുതിയത്. ഗ്രാമഫോൺ സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് സെറ്റിലെ ആളുകളോടും സീനിയർ ടെക്നീഷ്യൻസ്മാരോടും പരുഷമായി മീര പെരുമാറി. ഒരിക്കൽ സെറ്റിൽ വെച്ച് ദേഷ്യപ്പെട്ട് കോസ്റ്റ്യൂം നടി കീറി വലിച്ചെറിഞ്ഞു. അവരുടെ ആക്ടിംഗ് ടാലന്റ് കൊണ്ട് മാത്രമാണ് അന്ന് താൻ അവരെ സഹായിച്ചതെന്നും കമൽ പറഞ്ഞിട്ടുണ്ട്. ശേഷം മീരയെ കൊണ്ട് താൻ ക്ഷമ പറയിപ്പിച്ചുവെന്നും എന്നാൽ അതിനുശേഷം മീര തന്നോട് ശത്രുവിനെ പോലെ പെരുമാറിയെന്നും കമൽ പറഞ്ഞിരുന്നു. പാട്ടിന്
കാറ്റിന്റെ പാലാഴി സിനിമയുടെ സെറ്റിൽ വെച്ച് എനിക്ക് മീരയിൽ നിന്നും സമാന അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാനും ആ സിനിമയിൽ ഒരു വേഷം ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം യാതൊരു മുന്നറിയിപ്പുമില്ലാതെ മീര സെറ്റിൽ നിന്നും ഇറങ്ങിപ്പോയെന്ന് ആലപ്പി അഷ്റഫും പറയുന്നു. അതോടെ ഷൂട്ടിംഗ് നിർത്തി വെക്കേണ്ടി വന്നു. അന്ന് എനിക്കും തോന്നി മീരയെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്നതിൽ ചില സത്യങ്ങളുണ്ടെന്നും ആലപ്പി അഷ്റഫ് വ്യക്തമാക്കി. എന്നാൽ മനസാക്ഷിക്കെതിരായി ഒന്നും ആരോടും താൻ ചെയ്തിട്ടില്ലെന്നായിരുന്നു നടിയുടെ പ്രതികരണം. താരത്തിന്റെ ഇത്തരം പ്രവൃത്തികൾ കാരണമാണ് കരിയറിൽ പിന്നീട് തുടരെ പരാജയങ്ങൾ ഉണ്ടാവാൻ കാരണമായതെന്നും റിപ്പോർട്ടുകളുണ്ട്. വിവാഹശേഷം മീര അഭിനയത്തിൽ നിന്നും അപ്രത്യക്ഷമായിരുന്നു. 2014 ജോൺ ടൈറ്റാസുമായിട്ടുള്ള നടിയുടെ വിവാഹം. ശേഷം എഞ്ചിനീയറായ ഭർത്താവിനൊപ്പം മീര ദുബായിലേക്ക് ചേക്കേറി പതിയെ ബിസിനസ്സുകളിലേക്കും ശ്രദ്ധ കൊടുത്തു. പിന്നീട് മീര സിനിമകൾ ചെയ്തത് വലിയ ഇടവേളകൾ ഇടയ്ക്കിടെ നൽകി മാത്രമാണ്. പലപ്പോഴും മനുഷ്യർ വികാരങ്ങളെ അടക്കിപ്പിടിച്ചാണ് ജീവിക്കുന്നതെന്നാണ് നടി പറയുന്നത്. നൃത്തം, പാട്ട്, അഭിനയമെല്ലാം മനുഷ്യ വികാരങ്ങളെ റിലീസ് ചെയ്യിക്കും. അതൊരു പ്രാക്ടീസൊക്കെയായി ചെയ്താൽ മനസ്സിന് സമാധാനം കിട്ടും. അത് ഒരുപാട് കൂടിപ്പോയാലും നമ്മളെ ക്ഷീണിപ്പിക്കും. അപ്പോൾ ബാറ്ററി ചാർജ് ചെയ്യുന്നത് പോലെ നമ്മളെ ചാർജ് ചെയ്യണം. ഞാൻ തിരക്കിൽ നിന്നൊക്കെ മാറി എന്റേതായ ഒരു ലോകത്ത് എന്റെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ സന്തോഷം കണ്ടെത്തിയാണ് റീചാർജ് ചെയ്യുന്നത്. എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ചില വ്യക്തികളുണ്ട് എൻ്റെ ജീവിതത്തിൽ. അവർ വിഷമിച്ചാൽ ഞാനും വിഷമിക്കും, അവർ സന്തോഷിച്ചാൽ ഞാനും. എന്ന് വെച്ച് ഞാൻ എപ്പോഴും സങ്കടപ്പെട്ടിരിക്കുന്ന ഒരാളെയല്ല, എപ്പോഴും അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന ഒരാളാണ്. കുറച്ച് സെൻസിറ്റീവ് ആണ് എന്നേ ഉള്ളൂ. നന്മ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് തോന്നുന്നത്. ഞാൻ ഒരാളിൽ കാണുന്ന നന്മയായിരിക്കില്ല മറ്റൊരാൾക്ക് അയാളിൽ കാണുന്നത്. നല്ല മനുഷ്യരും സ്നേഹവും ഇല്ലെങ്കിൽ ഞാൻ തന്നെ ഇല്ല എന്ന് തോന്നും. നമ്മൾ ഇൻഡിപെൻഡന്റ് ആണ്, സെൽഫ് മെയ്ഡ് ആണ് എന്ന് കരുതി ആരെയും ആശ്രയിക്കേണ്ട. നമുക്ക് ആരെയും വേണ്ട എന്നുള്ള ചിന്തകളൊന്നും എനിക്കില്ല. ഞാൻ ഫെമിനൈൻ ആണ്, സ്നേഹിക്കപ്പെടാനും ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ ചാരി നിൽക്കാനും ഇഷ്ടമാണ്. ജീവിതം എങ്ങോട്ടാണോ പോകുന്നത് ആ ഒഴുക്കിനനുസരിച്ച് അങ്ങ് പോവുക. ഞാനൊന്നും പ്ലാൻ ചെയ്യാറില്ല. ജീവിതത്തിന്റെ ഓരോ നിമിഷവും ആസ്വദിക്കുന്നു. വരുന്നിടത്ത് വെച്ച് കാണാം എന്ന രീതിയാണ് എനിക്കിഷ്ടം. ഒരുപാട് പ്ലാൻ ചെയ്യാറില്ലെങ്കിലും എനിക്കൊരു ഐഡിയ ഉണ്ടായിരിക്കും. എനിക്കിഷ്ടപ്പെട്ട സിനിമകൾ ചെയ്യുന്നു. ഞാൻ ഹാപ്പിയാണെന്നുമാണ് മീര ജാസ്മിൻ പറയുന്നത്.